1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ആരാകുന്നു ജയിക്കുന്നവൻ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. എന്താണ് ലോകം, എന്താണ് ലോകസ്നേഹം, എവിടെ നിന്നാണ് നമ്മൾ ജയിക്കേണ്ടത്? ഇതിൽ 1 മുതൽ നമ്മൾ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ 2-3 കാര്യങ്ങൾ അവിടെ പരാമർശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ജയിക്കുന്നവൻ ഉണ്ടാകേണ്ടുന്ന പ്രത്യേകതകൾ, അല്ലെങ്കിൽ പ്രൂഫ്സ്. ലോകത്തെ എന്താ പറയാ, വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ. വീണ്ടും ജനിച്ചവനെ ലോകത്തെ ജയിക്കാൻ നോക്കൂ. അപ്പൊ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവുകളായി ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ബിലീവിംഗ് ദാറ്റ് ജീസസ് ഈസ് ക്രൈസ്റ്റ്. യേശുവാണ് കർത്താവ് എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യേശുവാണ് കർത്താവ് എന്ന് വിശ്വസിക്കുക. നമുക്കറിയാം, യഹോവ സാക്ഷികൾ യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നില്ല. ഇസ്ലാം യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നില്ല. ലോകത്തിൽ ഒരുപാട് ജനം യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവായി അംഗീകരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ മത്തായി 7-ാം അധ്യായത്തിൽ പറയുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏതവനുമല്ല. കണ്ടോ, അവിടെയാണ് അടുത്ത പ്രശ്നം. അപ്പൊ നമ്മൾ കർത്താവായി അംഗീകരിക്കുന്നു എന്ന് പറയുകയും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നില്ല. ഇഷ്ടം ചെയ്യുന്നില്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയാൻ പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ മറ്റുള്ളവർ യേശുവിനെ കർത്താവെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ യേശുവിനെ കർത്താവെന്ന് അംഗീകരിച്ചിരിക്കണു, പക്ഷേ ഇഷ്ടം ചെയ്യുന്നില്ലെങ്കിൽ ബോത്ത് ആർ സെയിം ഇഫക്റ്റ്. ഇത് രണ്ടിനും ഒരേ എഫക്റ്റ് ആണ്. ഇവിടെ കിട്ടുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന്, യേശുവിനെ ദൈവമായി അല്ലെങ്കിൽ നമ്മുടെ കർത്താവായി മശിഖയായി അംഗീകരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം. വീണ്ടും ജനിച്ചതിന്റെ തെളിവാണ്. 2, ഒബേയിങ് ഹിസ് കമാൻഡ്മെന്റ്സ്. അതെല്ലാം ആ വാക്യത്തിൽ വരുന്നതാണ്. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുക. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ലെന്നാ പറയുന്നത്. ആർക്ക് ഭാരമുള്ളതല്ല? യേശുവിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സംബന്ധിച്ചിടത്തോളം, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവനെ സംബന്ധിച്ചിടത്തോളം കൽപ്പനകൾ ഭാരമുള്ളതല്ല. അല്ലെ? അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭാരമുള്ളതാണ്. നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ അതൊരു ഭാരമുള്ളതുപോലെ തോന്നുന്നു എങ്കിൽ, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു റിസ്ക് ഫാക്ടർ പോലെ തോന്നുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മൾ നേരെ ചൊവ്വ ജനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നേരെ ചൊവ്വ ജനിക്കാതെ ജനിച്ചതുപോലെ ഇരിക്കാം. അതാണ് അതിന്റെ രസം. അതുകൊണ്ടാണ് സഭകൾ ഒരുവിധം പിടിച്ചു പോകുന്നത്. സ്തോത്രം. നേരെ ചൊവ്വ ജനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കമ്മിറ്റിയിൽ ആൾക്കാരൊക്കെ ഉഷാറാണ്, ആത്മീക കാര്യത്തിൽ ആൾക്കാർ ഉഷാറല്ല. സ്തോത്രം. നമുക്ക് കമ്മിറ്റിയിലല്ല ഉഷാറാണ്, കമ്മിറ്റിയിൽ ഉഷാറാവണം, അല്ലേ? കമ്മിറ്റി കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഉഷാറാവണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യം മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഒന്ന്, ബിലീവിംഗ് ദാറ്റ് ജീസസ് ഈസ് ക്രൈസ്റ്റ്. യേശുവിനെ ക്രിസ്തുവായി അംഗീകരിക്കുക. ചുമ്മാ ചുണ്ടിൽ അംഗീകരിക്കുകയല്ല, ഹൃദയത്തിൽ അംഗീകരിക്കുക, രക്തത്തിൽ അലിയുക. അപ്പോഴാണ് നമ്മൾ വചനം അനുസരിക്കാൻ തുടങ്ങുന്നത്. നമ്പർ 3, ഓവർകമിങ് ദ വേൾഡ്. ലോകത്തെ നമ്മൾ ജയിക്കണം. ഇത് 3 പരമപ്രധാനം. ഒരാൾ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നു, കൽപ്പന അനുസരിക്കുന്നു, ലോകത്തെ ജയിക്കുന്നു. ഇത് 3 നടന്നാലേ നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയത്തുള്ളൂ. ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നു പാപം അതിലേ വരുന്നു ഇതിലേ വരുന്നു. ഒരു പാപവും നമ്മളെ തൊടത്തില്ല. അതാ യോഹന്നാൻ എടുത്തു പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ അവന് കഴിയില്ല. അതിനുള്ള കഴിവ് അവനില്ല, കാരണം അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്നു? ജനിച്ചിട്ടില്ല. സോദരം അല്ലേ? നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വിഷയം എന്ന് പറഞ്ഞത് അല്ലെ, സ്നാനപ്പെടുമ്പം പൊങ്ങണോ, ചൂടുവെള്ളത്തിൽ പൊങ്ങണോ, ഒഴുക്കുവെള്ളത്തിൽ പൊങ്ങണോ, മാലയിട്ട് പൊങ്ങണോ, ഇതൊക്കെയാണ് നമ്മുടെ ചർച്ച. ജനിക്കുന്ന ആരും ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് പ്രത്യേകത, അല്ലെ? ഗൗരവമേറിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റിതര വിഷയങ്ങളെ കുറിച്ച് ഭയങ്കര ഗൗരവമായി ചർച്ച നടക്കുകയാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഗൗരവമായ വിഷയത്തെക്കുറിച്ച് വേണം നമുക്ക് ചർച്ച ഉണ്ടാവാൻ. ഇനി ഞാനൊരു 7 പോയിന്റ്സിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന്. It means that God gives the believer victory. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? നമുക്ക് ദൈവം ജയം നൽകുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് ജയിക്കുന്നത്. 4, 5 ഒന്നുകൂടെ ഒന്ന് വായിക്കാവോ? 4 and 5.
ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. കണ്ടോ, ലോകത്തെ ജയിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്നാണ് നമ്മൾ ജനിച്ചതെങ്കിൽ നമ്മൾ നിശ്ചയമായും ലോകത്തെ ജയിക്കും, അല്ലെ? ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഗോഡ് ഗിവ്സ് ദ ബിലീവർ വിക്ടറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ദൈവം ഒരു വിശ്വാസിക്ക് വിജയം നൽകുന്നു. എന്തിന്റെ മേലാണ് വിജയം നൽകുന്നത്? ഒന്ന്, ദ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നു. എന്തോ ദൈവം നമുക്ക് കൃപ തരുന്നില്ല, വിജയം തരുന്നു. നമ്മുടെ പരീക്ഷണങ്ങൾക്കും പ്രലോഭനങ്ങളെയും ജയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നു. അപ്പോഴത്തെ നമുക്ക് എങ്ങനെ പറയാൻ നോക്കും? പരീക്ഷയിൽ നമ്മൾ തോറ്റുപോയി എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 1 കൊരിന്ത്യർ 10-13 വാക്യം ഒന്ന് വായിക്കാം. 1 Corinthians chapter 10 verse 13. 1 Corinthians chapter 10 verse 13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിടത്തില്ല. മനുഷ്യർക്ക് ആർക്കും നടപ്പല്ലാത്തത് നമുക്ക് നേരിടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അങ്ങനെ നേരിടില്ല. മനുഷ്യർക്കാർക്കും വന്നിട്ടില്ലാത്തത്, നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്ത. ആ വാക്കാണ് പ്രധാനം. കണ്ടോ, നമ്മൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവ മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തൻ. സ്തോത്രം. ഞാൻ സഭയിലെ പാസ്റ്ററായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും നിങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ ചിലപ്പോൾ അറിയാതെ വന്നേക്കാം. കാരണം ഞാൻ മനുഷ്യനാണ്. മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും നേരിട്ട് അത്ര അങ്ങോട്ട് അറിയാൻ പറ്റി എന്ന് വരില്ല. ഞാൻ നിങ്ങളെല്ലാവരെയും അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ മാറി നിൽക്കും. അതെനിക്ക് മനസ്സിലാവും. ഞാനും കുറച്ച് 45-46 വയസ്സായില്ലേ. 45 കുറെ കൊല്ലം കൊണ്ട് പറയുന്നു തോന്നല്ലേ, കൊറോണയ്ക്ക് മുമ്പ് അല്ലേ? അപ്പോൾ എനിക്കും അത് മനസ്സിലാവും. നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ ഞാൻ മാറി നിൽക്കും. അതിനകത്ത് വേറെ പ്രത്യേകം ഞാൻ തള്ളിക്കയറത്തൊന്നുമില്ല. സുവിശേഷം പറയാൻ ഞാൻ തള്ളിക്കയറും. അതെന്നെ അവോയ്ഡ് ചെയ്താലും ഞാൻ തള്ളിക്കയറും, ചീത്ത വിളിച്ചാൽ ഇടിച്ചു കയറും. അല്ലാതെ ചുമ്മാ ഒരു താല്പര്യക്കുറവ് കാണിച്ചാൽ നിങ്ങളുടെ താല്പര്യക്കുറവ് ഞാൻ പിന്നെയും കാണിക്കും. കാരണം എനിക്കിവിടെ ഇഷ്ടംപോലെ വേറെ സ്ഥലം കിടപ്പുണ്ട്, വേറെ ആൾക്കാർ ഇഷ്ടംപോലെ കിടപ്പുണ്ട് സുവിശേഷം പറയാൻ വേണ്ടിയിട്ട്, അല്ലേ? ഈ ആഴ്ച മുഴുവൻ ഞങ്ങൾ ബിസി ആയിരുന്നു. ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും പറയുകയും തെറിവിളി കേൾക്കുകയും, ഇതൊക്കെ ഒരു രസമാണ്, അല്ലേ? രക്ഷിക്കപ്പെട്ടവന്റെ വീട്ടിൽ ചെന്ന് തെറിവിളി കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നെ കിട്ടത്തുമില്ല. സ്തോത്രം. ഗൗരവമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തെറി വിളിച്ചുകൂടെന്നല്ല, നിങ്ങൾക്ക് താല്പര്യം തോന്നിയാൽ വിളിക്കാം, അല്ലേ? എനിക്കതിൽ സന്തോഷമുള്ളൂ. സ്തോത്രം. ലെറ്റ്സ് കം ബാക്ക്. സീ, വളരെ ഗൗരവത്തിലുമാണ്. അവിടെ ഇവിടെ പറയാണ്, എനിക്ക് കർത്താവ് ജയം തന്നു. എങ്ങനെ ജയം തന്നു? എനിക്ക് പരീക്ഷകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും. അവിടെ പറയാണ്, നടപ്പല്ലാത്തതിൽ കൂടി കർത്താവ് നടത്തിയിട്ടില്ല. കർത്താവ് ഇതെല്ലാം നടന്ന വഴിയാണ് നമ്മളെ നടത്തുന്നത്. കർത്താവ് കാണിച്ചു തന്നിരിക്കുക, ഈ വഴിയെ കൂടെ നിങ്ങൾ നടക്കണം. സ്തോത്രം. ആ വഴി നമുക്ക് കാണിച്ചു തന്നിട്ട് കർത്താവ് വിളിച്ചിരിക്കുക, നിങ്ങൾ വാ, എന്റെ പിന്നാലെ വരുന്നവൻ എന്റെ ക്രൂശ് എടുത്ത് എന്റെ പുറകെ വാ. എന്തിനാ വരാൻ പറഞ്ഞേ? ഇത് ഈസിയാ, ഞാൻ നടന്ന വഴിയെ നിങ്ങൾ വാ. പത്രോസ് എടുത്തു പറയാണ്, അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. ക്രിസ്തു പോയ വഴിയെ, ക്രിസ്തു വെച്ച കാൽച്ചുവടിൽ നമ്മൾ അവിടെ തന്നെ കാല് വെച്ചാൽ ഒരിക്കലും ഇതിലെ പുതിയൊരാള് പോകുന്നതായിട്ട് നമുക്ക് തോന്നില്ല. ഇതേ വഴി ക്രിസ്തു എന്തായാലും പോയിട്ടുണ്ട്. അതാ അവിടെ പറഞ്ഞത്, പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കർത്താവ് തരും. റൈറ്റ്? കണ്ടോ, പരീക്ഷയോടുകൂടി പോക്കുവഴി. മറ്റ് എക്സ്പ്ലനേഷൻസിലേക്ക് പോകുന്നില്ലേ, പോയാൽ നമ്മുടെ സമയം വഴിയിലായി പോകും. എനിക്ക് ഒരുപാട് കാര്യം പറയാൻ വേണ്ടി ആ ഭാഗത്തുണ്ട്. 2 തിമോത്തിയോട് ഒന്ന് വായിക്കാമോ? 2 Timothy chapter 4:18. 2 തിമോത്തിയോസ് 4:18 ഒന്ന് വായിക്കാവോ? 2 തിമോത്തിയോസ് 4:18. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ചു, തന്റെ സ്വർഗീയ രാജ്യത്തിനെ രക്ഷിക്കും. സകല ദുഷ്പ്രവർത്തികളിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനെ രക്ഷിക്കും. സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. കണ്ടോ, സകല ദുഷ്പ്രവർത്തികളിൽ നിന്നും കർത്താവ് വിടുവിക്കും. അവിടെ ഒരുപാട് വിശദീകരണങ്ങളോട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ എന്നാ പിന്നെ ദുഷ്പ്രവർത്തി ചെന്ന് വീഴുന്നത്? നമ്മുടെ കയ്യിലിരിപ്പാണ്. നമ്മൾ മനഃപൂർവ്വം കിണറ്റി ചാടാതെ വീണു പോകത്തില്ല. പറഞ്ഞ ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെന്ന് ചാടിയിട്ട് അയ്യോ കർത്താവ് എന്നെ എടുത്തിട്ടേ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അങ്ങനെ കർത്താവ് വിടില്ല, ആരെയും പ്രതിസന്ധി വിടില്ല. സ്വത്രം. നമ്മൾ പോകുന്ന വഴി കർത്താവിന് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ കർത്താവിന്റെ വാക്ക് അനുസരിക്കാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ കർത്താവിന് കഴിയില്ല. നമ്മൾ ദൈവ മക്കളാണെന്നും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നും ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഒരു പരീക്ഷയിലും ഒരു പ്രലോഭനത്തിലും നമ്മൾ പരാജയപ്പെടില്ല. വിജയം കർത്താവ് നമുക്ക് നൽകും. കണ്ടോ, അപ്പൊ ആ കണക്റ്റിംഗ് ആണ് വളരെ പ്രധാനം. റൈറ്റ്? നമ്പർ 2, ഞാൻ ഏതിൽ നിന്നൊക്കെ വിജയം തരുന്നു എന്നുള്ളത് ഒരു 7 പോയിന്റ് അങ്ങ് പറയുകയാണ്. സ്വതന്ത്രം. ഇത് ഒരെണ്ണം പോലും പറയാനുള്ള സമയം കിട്ടില്ലെന്ന് എനിക്ക് നന്ന ബോധ്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഫുള്ളോട് തന്നു വിടാം ഒരാഴ്ചത്തേക്കുള്ളത്. ഓക്കെ?
It means that God gives the believer victory over the forces and difficulties of life. നമ്മുടെ ജീവിതത്തിലെ ശക്തികൾക്കും ബുദ്ധിമുട്ടുകൾക്കുമെതിരെ ദൈവം നമുക്ക് വിജയം നൽകുന്നു. സ്തോത്രം. റോമൻസ് 8:35 ഒന്ന് വായിക്കാവോ? റോമൻസ് 8:35 മുതൽ ഒരു 2-3 വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. കണ്ടോ? സിമ്പിൾ ചോദ്യമാണ്. ആ വാക്യത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ. അപ്പൊ എന്ത് മനസ്സിലായി? ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് ചുമ്മാ പറയുന്നതല്ല, ഞാൻ ക്രിസ്തുവുമായി സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർപിരിക്കാൻ കഴിയും? Nothing can separate me from the love of Christ. കാരണം ഞാൻ അത്രയ്ക്ക് ക്രിസ്തുവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. മുട്ടുവേദന മാറാൻ വേണ്ടി സഭയിൽ വന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ സഭയ്ക്ക് ഒരു മുട്ടായിരിക്കും, അല്ലെ? തലവേദന മാറാൻ വേണ്ടി സഭയിൽ വന്നവൻ സഭയ്ക്ക് തലവേദനയായിരിക്കും. അതുകൊണ്ട് ആരും തലവേദന മാറാൻ സഭയിലേക്ക് വിളിച്ച് വരുത്തരുത്. അവർക്ക് നമ്മൾ കോസ്മോയോ എന്താ പറയാ കിംസോ എവിടെയെങ്കിലുമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞ, പ്രാർത്ഥിക്കണം. അത് മാറാൻ വേണ്ടി നമ്മൾ ആരെയും ക്ഷണിക്കരുത്. നിത്യജീവനാണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്താ പറയാ നമ്മുടെ സന്ദേശം. ബാക്കിയെല്ലാം അതിനോട് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോട് പറയാം. നമ്മുടെ അപ്പനോടല്ലാതെ പിന്നെ ആരോടാണ് പറയാൻ? കർത്താവിനോട് എല്ലാം പറയാം. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി അതിലേക്ക് കൊടുക്കരുത്. ഇവിടെ വന്നാൽ സഭയിൽ വന്നാൽ മുട്ടുവേദന മാറും, അങ്ങനെ മാറിയിട്ടുണ്ട് ഇവിടെ എന്നും പറഞ്ഞ് ഇവിടെ ഒരു സാക്ഷിയൊന്നും പറയരുത്. നിങ്ങൾക്കറിയാം ഇവിടെ എന്തൊക്കെ മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അത് നമ്മളിവിടെ പറഞ്ഞ് നമുക്കിവിടെ പരസ്യം കൊടുക്കേണ്ട അതിന്റെ ആവശ്യമില്ല നമുക്ക്. അങ്ങനെ വന്ന് ഇവിടെ ഒരുപാട് ആള് വരും, മനസ്സിലാണ്ടോ? അവിടെ നമ്മൾ ചോറ് വെച്ച് ഊപ്പാട് വരും, പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ആൾക്കാർ ഇതെല്ലാം കഴിച്ചിട്ട് മുഖം തുറച്ചിട്ട് ആൾക്കാർ അവരെ വഴിക്ക് പോകും. നമുക്ക് അതിനുള്ള നേരമില്ല. നമ്മൾ വന്ന് കൂടുന്നതിന്റെ ഉദ്ദേശം നിത്യരാജ്യത്തിൽ പോവുക എന്നുള്ളത് മാത്രമാണ്. അതാണ് മെയിൻ ടാർഗറ്റ്. സ്വന്തം അതിൽ കുറച്ചൊന്നും നമ്മൾ നിൽക്കരുത്. ബാക്കിയുള്ളവരെ സഹായിക്കരുതെന്നല്ല പറഞ്ഞു. ഒരു പ്രയാസമുള്ള ആളിനെ സഹായിച്ചോളൂ, കുഴപ്പമില്ല. മുട്ടുമാറ്റ ശസ്ത്രക്രിയക്ക് പൈസ കൊടുത്തോളൂ, അല്ലെങ്കിൽ അയക്കൊണ്ട് പ്രാർത്ഥിച്ചോളൂ. അല്ലെങ്കിൽ വില്ലന്മാർ ഒരുപാടുണ്ടല്ലോ നാട്ടിൽ, അവിടെ കൊണ്ട് വിട്ടുകൊടുക്കൂ. നിങ്ങൾ എന്റെ വണ്ടി തരാം, കൊണ്ട് വിട്ടുകൊടുക്കൂ. സുഖാവുമെങ്കിൽ സുഖാവട്ടെ. 250 രൂപ കൊടുത്താലേ പ്രാർത്ഥിക്കുന്നുള്ളത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കൊടുക്കട്ടെ, അല്ലേ? തെറ്റൊന്നുമില്ല. തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. ഹോസ്പിറ്റലിൽ പോയാലും അവർ 250 രൂപ ആദ്യം വാങ്ങിച്ചിട്ടേ കുഴൽ വയ്ക്കുള്ളൂ അവര്. അതുകൊണ്ട് പിന്നെ ദൈവത്തിന്റെ പേരിൽ 250 രൂപ ആരും മേടിച്ചെന്ന് പറഞ്ഞ് പാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം വരും കേട്ടോ. അവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ ആർക്ക് കഴിയും? ഇനി അടുത്ത് കേട്ടോണേ, വായിക്ക്. കഷ്ടതയോ സങ്കടമോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ. 7 ഐറ്റം എടുത്ത് വെച്ചിട്ട് പൗലോസ് ചോദിക്കുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കാൻ ഇത് ഏതെങ്കിലും കഴിയുമെന്ന് ചോദിക്കുക. നമുക്കിതിൽ ഏതെങ്കിലും ചെറുത് കാണും കേട്ടോ. സങ്കടം കാണും, കുറച്ച് കഷ്ടത കാണും, കുറച്ച് പട്ടിണി കാണും. പട്ടിണി എന്നുള്ള ആരും ഇവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നില്ല. സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയാണ്. എവിടെ പട്ടിണി? വയറുണങ്ങിയാൽ ഇങ്ങനെ വന്നിരുന്ന് ഉറങ്ങത്തൊന്നുമില്ല, അല്ലേ? നമ്മൾ 2 നേരം കഴിച്ച് രാവിലെ ഗോതമ്പ് പുട്ടും കഴിച്ചിട്ട് നമ്മൾ വന്ന അതിന്റെ ഒരു ക്ഷീണമുണ്ട്, അല്ലേ? പട്ടിണിയോ 7 എണ്ണം പറഞ്ഞിട്ട് പറയാം, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്നെ കർത്താവിൽ നിന്ന് അകറ്റാൻ കഴിയോ? കണ്ടോ? അപ്പൊ കർത്താവിൽ നിന്ന് അകറ്റാൻ കഴിയില്ലാത്ത വിധം, കർത്താവുമായി സ്നേഹത്താൽ ബന്ധിച്ചു നിൽക്കത്തക്ക വിധം മകനായി മാറിയിരിക്കുന്നു പൗലോസ്. അതാ പൗലോസ് കേൾക്കുന്നത്, എന്തിനെന്നെ വേർപിരിക്കാൻ കഴിയും? നമ്മുടെ ആൾക്കാർ പറയുന്നത്, ഞാൻ 3 ദിവസം ഉപവാസമായിരിക്കും, മാറിയില്ലെങ്കിൽ നമ്മൾ ഇനി വരത്തൊന്നുമില്ല, വേറെ സഭ നോക്കാം. 3-4 സഭ നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ ഇനി അമ്പലത്തിൽ പോവാണ്. അങ്ങനെയല്ല, പോവാം. അതാ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാരെ ആദ്യം പറഞ്ഞു വിടണം. നമ്മൾ എന്തിനാണ് അവരുടെ കൂടെ വയറും കാഞ്ഞ് 3 ദിവസം ഇരിക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ? അതെ, ശദ്രക്ക് മേശയ്ക്ക് അഭ്യർത്ഥനൊക്കെ പറഞ്ഞതാണ് റൈറ്റ്, അല്ലേ? ഞാൻ ഈ ദൈവത്തെ സേവിക്കത്തുള്ളൂ, നീ നിർത്തിയ ബിംബത്തെ സേവിക്കില്ല. അവ പറഞ്ഞു തീയിലിടും, ആ സാരമില്ല. 7 മടങ്ങ് കൂട്ടും, എന്നാലും സാരമില്ല എന്ന് പറഞ്ഞാൽ അവനൊരു ഇത് കൊടുക്കാൻ വേണ്ടി, നിന്റെ ദൈവത്തിന് രക്ഷിക്കാൻ ഒക്കൂല, ചൂട് കൂട്ടാൻ പോവാണ് അവനാ. ഇനി എന്റെ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ ഈ സാധനത്തിന് നമ്മൾ വണങ്ങൂല. ആണ്ടാ, അപ്പോഴും പിന്നെ രാജാവിന് ഒന്നും ചെയ്യാക്കൂല. ആരെവിടെ? തീയിലിടൂ. ആ തീയിലിട്ടിട്ട് രാജാവ് നോക്കിയപ്പോ 4 പേര് നടക്കുകയാണ്. ദൈവമക്കളെ പരാജയപ്പെടുത്താൻ ആർക്കും ആവില്ല. നമ്മൾ നടന്ന അതേ വഴിയിലൂടെ നടന്ന അനേകർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം. നമ്മൾ അനുഭവിച്ച അതേ പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്ത ഒരുപാട് പേർ നാട് വിട്ടുപോയിട്ടുണ്ടാകാം. പക്ഷെ കർത്താവ് നമ്മളെ വിടാതെ നിർത്തുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ,
ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ എന്നതുകൊണ്ട് ഏത് ഡിഫിക്കൽട്ടീസിനെയും ജയിക്കുവാൻ കർത്താവ് നമ്മുടെ മേൽ അഭിഷേകം പകരും. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. താഴെ 2 വാക്യം വായിക്കി, പെട്ടെന്ന് വായിക്കി. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. കണ്ട, യേശുപ്പനെ നിമിത്തം ഇടവിടാതെ കൊല്ലുന്നു. നമ്മളെ ആരെങ്കിലും കൊല്ലുന്നുണ്ടോ? ആരും കൊല്ലുന്നില്ല. വായിക്കേ. അറുപ്പാനുള്ള ആടെ പോലെ എണ്ണുന്നു. അറക്കാൻ കൊണ്ടുവന്ന ആടിനോട് വല്ല കരുതലും ഉണ്ടോ? അവൻ ഇച്ചിരി ഇല വടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അറുക്കുന്നത് വരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി പിണ്ണാക്ക് വെള്ളം കൊടുക്കുന്നെങ്കിൽ അറുക്കുന്നത് വരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു പ്രതീക്ഷയും അവന്റെ മേലില്ല. അറുക്കാനുള്ള ആടിനെ ആൾക്കാർ എങ്ങനെ കൺസിഡർ ചെയ്യുന്നോ അതുപോലെ ദൈവമക്കളാകുന്ന നമ്മളെ കൺസിഡർ ചെയ്യുന്ന ബൈബിൾ പറയുന്നേ. ദൗർഭാഗ്യവശാൽ നമ്മളെ ആരും അങ്ങനെ കണ്ടില്ലല്ലോ. നാട്ടുകാരെങ്കിലും നമ്മളെ കണ്ടോ അറക്കാനുള്ള ആടിനെ പോലെ? അങ്ങനെ കാണണം. വലിയ വിലയില്ലാത്തതായി നമ്മളെ കാണണം. നമ്മുടെ മസിൽ കണ്ടിട്ട് ഈ ഭാഗം വേണമെന്നവൻ പറയണം. അല്ലെ, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. പശുവിനെ കൊണ്ട് തലേ ദിവസം കെട്ടിയിരിക്കും പിറ്റേന്ന് അറക്കാനുള്ളത്. അപ്പോൾ ആൾക്കാർ പറയും തൊടയുടെ ഭാഗം എനിക്ക് വേണം, ഇതിന്റെ കൂമ്പ് എനിക്ക് വേണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ എൻ്റെ നിങ്ങളുടെയും പലതിനും വേണ്ടി വില വെക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പലതിനും വേണ്ടി. സ്തോത്രം. പൗലോസ് പറയാ, നിന്റെ നിമിത്തം ഞങ്ങളെ അറുക്കാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു. സ്തോത്രം. അടുത്ത് പറയുന്നേക്ക്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. അടുത്ത കയറ്റം കണ്ടോ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു. കണ്ടോ? വേറെ ആർക്കും നമ്മളെ ജയിപ്പിക്കാനാവില്ല. ഈ പ്രതിസന്ധികളിൽ നിന്ന്, ഈ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ കഴിയുന്നത് മറ്റൊരാൾക്കില്ല. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, ക്രിസ്തുവിനല്ലാതെ നമ്മെ ഈ ഡിഫിക്കൽട്ടീസിൽ നിന്ന് വിടുവിക്കാൻ കഴിയില്ല. കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായ സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമ്പർ 3, ഇറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ഏതിൽ നിന്ന് ജയിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഗോഡ് ഗീവ്സ് ദ ബിലീവർ വിക്ടറി ഓവർ സൈറ്റൻ ആൻഡ് സ്പിരിച്വൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ സാത്താന്റെയും ആത്മീക ശക്തികളുടെയും, ആത്മീക എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തികളുടെയും മേൽ ദൈവം വിശ്വാസിക്ക് വിജയം നൽകുന്നു. അപ്പൊ നമ്മളെ ആർക്കും തൊടാൻ പറ്റില്ല, പിശാചിനും തൊടാൻ പറ്റില്ല. എഫേസർ 6:11 വേണമെങ്കിൽ വീട്ടിൽ പോയി വായിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വായിച്ചോ. എഫേസർ 6:11. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളു. ഈ സർവായുധ വർഗം രക്ഷിക്കപ്പെട്ടവനെ കിട്ടത്തുള്ളൂ, ദൈവത്തിന്റെ മക്കൾക്കേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ പിശാചി നമ്മളെ കണ്ണുരുട്ടി കാണിച്ചു, വാഴരടയിൽ നിന്നു. ഒരു പിശാചി നിൽക്കുകയല്ല, നീ കയറി വാഴരടയിൽ നിൽക്കാൻ നിന്നാ മതി. ചിലവരെ പിശാചി അവിടെ പാത്ത് നിന്ന് ഒരിടത്ത് മതി. ഇതൊക്കെ ചുമ്മാ ആൾക്കാർ പറഞ്ഞു വരുന്നതാ. ദൈവമക്കളാണോ? ഒരു പിശാചി ഒരിടത്ത് നിൽക്കുകയല്ല, നിൽക്കാൻ അനുവാദമില്ലവന്. പ്രൈസ് ദി ലോർഡ്. ആദ്യം മേക്ക് ഷ്യൂർ ദാറ്റ് യു ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവമക്കളാണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ദൈവമക്കളാണെങ്കിൽ ഒരു പിശാചിനും നമ്മുടെ മേൽ അധികാരം വെക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. 4, പാപത്തിന്മേൽ ദൈവം വിശ്വാസിക്ക് വിജയം നൽകുന്നു. പാപത്തിന്മേൽ. ഇറ്റ് മീൻസ് ദാറ്റ് ഗോഡ് ഗീവ്സ് ദ ബിലീവർ വിക്ടറി ഓവർ സിൻ. ഓവർ സിൻ, പാപത്തിന്മേൽ. പിന്നെ നമ്മൾ എങ്ങനെ പാപം ചെയ്യും? ദൈവമക്കൾ എന്ന പൊസിഷനിൽ നിന്ന് താഴെ ഇറങ്ങിട്ടേ പാപം ചെയ്യാൻ പറ്റുള്ളൂ. ദൈവമക്കളായിരുന്നാൽ പാപം ചെയ്യാനാവില്ല. റോമർ 6-ാം 6-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. കണ്ടോ? മാനസാന്തരപ്പെട്ടവന് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടണം. നമുക്കാണെങ്കിൽ ഇത് ക്രൂശിക്കപ്പെട്ടിട്ടില്ല. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രം. 8-ാം വാക്യം വായിക്ക്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തുവിനോടുകൂടി മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അപ്പൊ പാപത്തിന് നമ്മുടെ മേൽ പവർ സ്വാഭാവികമായും ഒഴിവാവുകയാണ്. 14-ാം വാക്യം കൂടെ വായിക്ക്. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്ക് ഇത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ക്രിസ്തുവിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ന്യായപ്രമാണത്തിൽ നമ്മൾ പുറത്തു വരികയാണ്. പിന്നെ നമ്മൾ കൃപയ്ക്കാണ് അധികാരി, കൃപയ്ക്കാണ് അവകാശി. അപ്പോൾ സ്വാഭാവികമായും പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. ഈ വാക്കുകളൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതാണ്. കർത്തൃത്വമില്ല, നമ്മുടെ മേൽ ഡൊമിനിയൻ ഇല്ല, നമ്മുടെ മേൽ അധികാരമില്ല. അധികാരം ഉണ്ടെങ്കിലേ കയറി ഭരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? സ്വതന്ത്രം. നിങ്ങൾ ഓർത്തു നോക്കിയാൽ നമ്മുടെ മേൽ ഇപ്പൊ ആർക്കൊക്കെ അധികാരമുണ്ട്? പിണറായിക്ക് അധികാരമുണ്ട്, പിണറായിയുടെ ഗവൺമെന്റിന് അധികാരമുണ്ട്. അതിന്റെ മുകളിൽ പോയാൽ പിന്നെ മോഡിക്ക് അധികാരമുണ്ട്, അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് അധികാരമുണ്ട്. അതിന്റെ മുകളിൽ പോയാൽ UN അധികാരമുണ്ട്, അല്ലെ? ഇവർക്കെല്ലാം നമ്മുടെ മേൽ അധികാരമുണ്ട്. പക്ഷെ നമ്മൾ മരിച്ചാലോ? ശരീരത്തിന്മേൽ ആർക്കും അധികാരമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ
നമ്മൾ പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മേൽ അവസാനത്തെ ശത്രുവായ മരണത്തിനടക്കമുള്ള അധികാരം നഷ്ടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? ഞാൻ ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിണറായിക്ക് എന്റെ മേൽ അധികാരമില്ല, ഇവിടുത്തെ പോലീസിന് എന്റെ മേൽ അധികാരമില്ല, ഇവിടുത്തെ കോടതിക്ക് എന്റെ മേൽ അധികാരമില്ല. ശരീരത്തിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം മാത്രമേ ഇവർക്കെല്ലാം എന്റെ മേൽ അധികാരമുള്ളൂ. ഞാൻ ഇതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് എന്റെ മേൽ അധികാരമില്ല. യു അണ്ടർസ്റ്റാൻഡ്? അതുപോലെ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് ക്രിസ്തുവിൽ നമ്മൾ ഉയർത്തു കഴിഞ്ഞാൽ, വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേൽ പിശാചിന് അധികാരമില്ല. പിന്നെ എങ്ങനെ നമ്മൾ പിശാചിന്റെ പ്രവർത്തികൾ ചെയ്യും? പിശാചിന്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നെങ്കിൽ പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ട്, നമ്മുടെ നിർബന്ധപ്രകാരമാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അല്ലാതെ ദൈവത്തിൽ ജനിച്ചവന് പാപം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ അധികാരം അവന്റെ മേൽ നിന്ന് പോയിരിക്കുന്നു. അവന്റെ മേൽ അവന് ഡൊമിനിയൻ ഇല്ല, അധികാരമില്ല. പിന്നെ എങ്ങനെ നമ്മൾ ചെയ്യും? പിന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യണം. അതുകൊണ്ട് വെറുതെ നമ്മൾ കയറി പാപം ചെയ്തിട്ട് അതിനെ പിശാചിന്റെയും വേറെ ആരുടെയും തലയിലൊന്നും കൊണ്ടുവെക്കണ്ട. അല്ലേ? പൗലോസ് ചോദിക്കുന്നുണ്ട്, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. Who can deliver me from this body? തൊട്ട് താഴെ വന്നിട്ട് അയാൾ പറയുകയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. കണ്ടോ? സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം. സമയക്കുറവുകൊണ്ടാണ് എക്സ്പ്ലനേഷനിൽ നിൽക്കാത്തത്. എന്റെ സെക്കൻഡ് പാർട്ട് എനിക്ക് ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഐ ആം മൂവിംഗ് ഫാസ്റ്റ്. 5, ഇറ്റ് മീൻസ് ദാറ്റ് ഗോഡ് ഗീവ്സ് ദ ബിലീവർ വിക്ടറി ഓവർ ഡെത്ത്. മരണത്തിന്മേൽ വിജയം, മരണത്തിന്മേൽ വിജയം. സ്തോത്രം. അപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന മറ്റൊന്ന് മരണത്തിന്മേലുള്ള വിജയമാണ്. അപ്പൊ പാപത്തിന്മേലുള്ള വിജയം, ദെൻ മരണത്തിന്മേലുള്ള വിജയം. യോഹന്നാൻ 5:24 വായിക്കൂ. ജോൺ 5:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. കണ്ടോ? അപ്പൊ ക്രിസ്തുവിലാകുന്ന നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. നമ്മൾ ചോദിക്കുന്നത് മുട്ടുവേദന മാറുമോ ക്രിസ്തുവിലായാൽ? അതൊക്കെ കൊച്ചു കാര്യമല്ലേ? യോഹന്നാൻ 5:24. അപ്പൊ ദൈവം നമുക്ക് തരുന്നത് എന്താണ്? മരണത്തിൽ നിന്ന് നമ്മെ എടുത്തിരിക്കുന്നു, മരണത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. അല്ലെ? ഒന്നാം മരണത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് ഒന്നാം മരണത്തിൽ പെട്ടുപോയ നമ്മളെ രണ്ടാം മരണത്തിൽ നിന്ന് ദൈവം വീണ്ടെടുക്കുകയാണ്. നമ്മളെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി പിടിപ്പിക്കുകയാണ്. ക്രിസ്തുവിലായി എന്ന ഒറ്റ കാരണത്താൽ, ദൈവ മക്കളായി എന്ന കാരണത്താൽ നമ്മളെ മരണത്തിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്തിരിക്കുകയാണ്. അല്ലെ? മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന വേറെ ഇവിടെ ഒരു സംഭവമില്ല. മുട്ടുവേദന മാറ്റാൻ പറ്റുന്നുള്ള ഒരുപാടുണ്ട്. കൊട്ടൻ ചുക്കാലി തൈലം തൊട്ട് ഒരുപാട് ലാടവൈദ്യന്മാരുണ്ട്, അല്ലാതെ ഒരുപാട് നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇല്ലാതെ അമൃതാനന്ദമായി അടക്കമുള്ള ഒരുപാട് ദൈവങ്ങളുണ്ട്. എവിടെ പോയാലും മുട്ടുവേദന, പല്ലുവേദന, ചൊറി, ചെരങ്ങിന് എല്ലാത്തിനും പരിഹാരം വരും. കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞ് കിട്ടും, വീടില്ലാത്തവർക്ക് വീട് കിട്ടും, നാട്ടിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. പക്ഷെ മരണം മാറ്റാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, മരണത്തെ ജയിച്ച നമ്മുടെ കർത്താവായ യേശു. പ്രൈസലോ. അവിടെയാണ് നമ്മുടെ പ്രത്യേകത. മനസ്സിലാട്ടോ? പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് തരാൻ കഴിയുന്ന ഒരു ദൈവം ഭൂപ്പരപ്പിൽ വേറെ ഇല്ല, നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. രക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. എത്ര മനോഹരം നോക്കിയേ, തന്റെ മരണത്താൽ നീക്കി. ആ വാക്ക് എത്ര മനോഹരായിരിക്കും നോക്കിയേ, അല്ലെ? തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. എന്താ എത്ര മനോഹരം നോക്കിയേ. വാസ്തവത്തിൽ മിക്കവാറും ആൾക്കാർക്ക് ഈ ഭീതി ഇല്ല കേട്ടോ. ഇതെന്താ സാധനം എന്ന് അറിയത്തില്ല. ഇന്നലെ ഗണേശൻ അങ്കിളിന്റെ അടുത്ത് പോയപ്പോ പുള്ളി പറയാണ്, അങ്ങനെ ദൈവം നരത്തിടും കിടട്ടെ. ഇതെന്താ സാധനം എന്ന് അറിയാൻ മേലാത്തോണ്ടാ. അയാളുടെ ചാട്ടം കണ്ട ചിരി വരും. അപ്പൊ അയാളുടെ തുള്ളിച്ചാടുകയാണ്, ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ഇയാൾ എന്തോ ചെയ്യാൻ തെക്കും പടക്കും അറിയാല. അതുപോലെയാണ് മറ്റേ ഷാലൂന്റെ അമ്മ എടുത്തത്. ഷാലൂന്റെ അമ്മ പറഞ്ഞത്, നരകത്തിടത്തേക്ക് നരകത്തിപ്പോട്ടെ കാണാം, അല്ലെ? അതുപോലെയാണ് ശശികല ടീച്ചർ പ്രസംഗിക്കുന്നത്, ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചർ പ്രസംഗിക്കുന്നത്. അങ്ങനെ നരകത്തിൽ വിട്ടാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഇവരെല്ലാം എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ പോകുന്നേ. തെക്കേത് വടക്കേത് അറിയാതെ വല്ലതും വിളിച്ച് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? മരണത്തിനധീനര, മരണഭീതി. ഈ മരണഭീതി വരണമെങ്കിൽ ഒരല്പമെങ്കിലും ബോധം വേണം. ഒരു ബോധം ഇല്ലാത്തവന് എങ്ങനെ ഭീതി വരും? അപ്പൊ ഒരല്പ കാര്യം അറിയെങ്കിൽ അവന് ബോധം വരും, അല്ലേ?
ഞാനിപ്പോ ഈ അടുത്തിടയ്ക്കൊക്കെ നമ്മൾ സുവിശേഷം പറയുന്ന, ഇപ്പൊ ഞാൻ കൂടുതൽ സുവിശേഷം പറയാൻ വേണ്ടി സമയം മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ ആൾക്കാരുടെ ചിലപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മളെങ്ങനെ ദൈവമക്കളല്ലാതായി? നമ്മൾ ദൈവമക്കളാണോ? അപ്പൊ അവർ പറയാണ്, ആര് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അവർ പിന്നെ അല്ലെന്ന് പറയും. പിന്നെ ഞാൻ ചോദിക്കും, അല്ലേ, അങ്ങനെ നമ്മൾ ദൈവമക്കൾ അല്ലാതായി. അപ്പൊ അവർ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരിങ്ങനെ ആലോചിക്കും, അത് ശരിയാണല്ലോ, ശരിയാണല്ലോ, ഇത് പറഞ്ഞാലേ അവന് മനസ്സിലാവുള്ളൂ, അല്ലേ? പക്ഷെ നമ്മുടെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഉപദേശിമാരിൽ നല്ലൊരു പങ്കും ഇതിന് സമയം എടുക്കുന്നില്ലെന്നുള്ളതാണ് ഗൗരവമേറിയ കാര്യം. കുറഞ്ഞ പക്ഷം ഒരു 100-150 പിള്ളേരെങ്കിലും കോളേജിൽ പഠിച്ചിറങ്ങുന്നുണ്ട് പാസ്റ്റേഴ്സ് ആയിട്ട്. ഇതിൽ പകുതി പേര് ഈ പണി ചെയ്താൽ നാട്ടുകാരെ മൊത്തം നമുക്ക് സുവിശേഷം അറിയിക്കായിരുന്നു. ഇവരാരും പണിയുന്നില്ല. ഇവർ ചെയ്ത പണി, ആകെ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കൊള്ളാന്നുള്ള സംഘടനയിൽ മച്ചമ്പി അളിയൻ ആരെങ്കിലും കാണും, അതൊക്കെ കയറി പറ്റും. ഇതാണ് പണി. എനിക്ക് കൃപയിൽ ഒരു അളിയനും മച്ചമ്പി ഒന്നും ഇല്ല ഒരിടത്തും, അല്ലേ? കയറിയിടത്തൊക്കെ എനിക്ക് നിൽക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അത്ര ഒരു റിസ്കിന് ഞാൻ നിന്നില്ല. അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും നമ്മൾ തൊട്ടും തടവിയൊക്കെ കൂടെ നിന്നാൽ ഒരു 2-3 വർഷത്തെ റിസ്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാന്നുള്ള സഭയിൽ കയറി പറ്റാം. അവിടെ നിന്ന് കയറി പറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറ്റമാണ്. പിന്നെ അതിന്റെ ഇലക്ഷന് നിന്നില്ലെങ്കിൽ കുഴപ്പമില്ല, 10 വോട്ട് പിടിച്ചു കൊടുത്താൽ മതി. ഒന്നുമില്ല, 4 പേരത്തെ വിളിച്ച് പറയട്ടെ, ഇന്ന ആളിന് വോട്ട് കൊടുക്കണം കേട്ടോ, പറഞ്ഞാൽ മതി. ഇത്രയും നാക്കില്ലേ പറയാൻ? പിന്നെ എന്തോ ഇരിക്കുന്നു, ഇന്ന ആളിനെ പൊട്ടിച്ചേരാ, ഇന്ന ആളിന് കൊടുത്തരുന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് ഇങ്ങനെ കളിക്കുന്നതിനനുസരിച്ച് മേളിൽ കയറി പോകുന്ന ആളും നമുക്ക് നല്ല ചർച്ച തരും. നമുക്കതുപോലെ, അല്ലേ? പിള്ളേരെ പഠിപ്പിക്കാൻ നല്ല സ്കൂളുകൾ ഉള്ളതിന്റെ അടുത്തുള്ള ചർച്ച്, നല്ല പച്ചക്കറി കിട്ടുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ചർച്ച്, നല്ല പച്ച മീൻ കിട്ടുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ചർച്ച്, ഇച്ചിരി അത്യാവശ്യം കാശ് കിട്ടുന്ന ചർച്ച്. ഇത് നമുക്ക് കിട്ടാൻ വലിയ കളിയൊന്നുമില്ല, അത്യാവശ്യം കളിച്ചു നിന്നാൽ മതി. പൊളിറ്റിക്സ് ഇവർക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യം, സുവിശേഷം പറയാനും പറ്റില്ല, സുവിശേഷം ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാനൊക്കില്ല. പണ്ടൊരിക്കൽ ഫിലിപ്പ് സാറിന്റെ അടുത്ത് ഒരു പാസ്റ്റർ വന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പാസ്റ്റർ ഫിലിപ്പ് സാറിനെ അറിയാലോ, PS ഫിലിപ്പ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇയാളെ ഒരു ചർച്ചിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റർ 1 വർഷം പോലും തികച്ചാരും വച്ചിരിക്കുന്നില്ല. അയാളിൽ ഒന്നും കാണുകയല്ല, സ്റ്റോക്ക് കാണുകയല്ല. അപ്പൊ അയാൾ 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ വിശ്വാസികൾ ചെന്ന് പേപ്പർ കൊടുക്കും ഇയാളെ പൊക്കിക്കോളാൻ. അപ്പൊ പാസ്റ്റർ ഫിലിപ്പ് സാറ് പറയാണ്, എടോ ഇയാളെ ഒരിടത്തും 3 കൊല്ലം വെക്കുന്നില്ല. നോർമലി 3 കൊല്ലമൊക്കെ എടുക്കും, അല്ലെ? 3 കൊല്ലം ആകുമ്പോഴല്ലേ 150 സങ്കീർത്തനം തീരുള്ളൂ. 3 കൊല്ലം ഇരുത്തും. നിന്നെ എന്താ ഒരിടത്തും ഇങ്ങനെ 3 കൊല്ലം പോലും ഇരുത്തുന്നില്ല, ഒറ്റ കൊല്ലം കൊണ്ട് മാറ്റിവിടുന്നത്? ഞാൻ എന്ത് ചെയ്യും? എവിടെ ഇരുത്തും നിന്നെ? അപ്പോഴത്തേക്ക് ആ പാസ്റ്റർ പറയാണ്, ദൈവാസനെ, നമുക്ക് 100-300 ചർച്ചില്ലേ, എനിക്ക് 1 കൊല്ലം മതി. വളരെ ന്യായമായ കാര്യമാണ്. 1 കൊല്ലം 50 ചർച്ച കിട്ടിയാൽ ഇങ്ങനെ ആയുസ് തീരും. പിള്ളേരെയും വളർത്തി ഒരു പരുവത്തിനെത്തിക്കാം. വേറൊരു പണിയും മൂപ്പർക്ക് അറിഞ്ഞും കൂടാ. ഞാൻ പറഞ്ഞു പിടികിട്ടുന്നുണ്ട്. ഇതാണ് ഉപദേശി. ഇമാതിരിയുള്ള ഉപദേശിമാരെ കൊണ്ടുള്ള ഗതി ആലോചിച്ച് നോക്കിയേ. ക്ലീൻ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് നല്ല ചർച്ചകളൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കി ചുമ്മാ പോവാണ്. ഇവർ ഓരോരുത്തരും സുവിശേഷം പറയുന്നില്ല, ചെയ്യേണ്ടത് ചെയ്യുന്നില്ല, അവിടെ ഇരിക്കുന്ന വിശ്വാസിക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. സ്വതന്ത്രം അതും ക്യാൻസർ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും പ്രയാസത്തിലിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് മനപ്രയാസപ്പെടുത്താനൊന്നും താല്പര്യപ്പെടുന്നില്ല. ഇത് ഗൗരവമേറിയ കാര്യമാണ്. സ്വതന്ത്രം നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഉപദേശിയായിട്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരും, അല്ലെ? ചർച്ചിനെ കൊണ്ടിരുത്തി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെ പിണക്കിയാൽ പെട്ടെന്ന് സ്ഥലം മാറ്റിക്കളയും. പിള്ളേരും എടുത്തോണ്ട് ഇവിടെ പോവും. ഞാനിപ്പോ കൊച്ചിനെ 1 തൊട്ട് 12 വരെ ഒരു സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, വലിയ ശല്യമില്ലാത്ത കാര്യമാണ്. മറ്റത് 2ാം ക്ലാസ്സിൽ 2 സ്കൂളിൽ മാറിയുള്ള ഗതി ആലോചിക്കുക. ഓരോരുത്തർ 30,000-40,000 രൂപ കൊടുക്കണം. ഇയാൾ ഇവിടെ പോവും. മറ്റത് വിശ്വാസം എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അച്ഛാ കത്തിച്ചോ എന്ന് പറഞ്ഞു കൂടെ നിന്നാൽ വലിയ ശല്യമല്ല, നല്ല സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യാം. അച്ഛൻ പാപം ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലല്ലോ. സ്തോത്രം, അല്ല? ഞാൻ ചിന്തിക്കാറുണ്ട്, ചിലരൊക്കെ ചെയ്ത വൃത്തികേട് അനുസരിച്ച് ഞാൻ അല്പം കൂടെ കണ്ണടച്ചു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് സഭ താഴോട്ട് എന്നേ വലുതാക്കാറുന്നു. സ്തോത്രം, അല്ലേ? ചിലത് ഞാൻ പറഞ്ഞപ്പം തന്നെ ആൾക്കാർക്ക് പറ്റില്ല, വേണ്ട. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഞാനത് തിരുത്താൻ തയ്യാറാണ്. സ്വതന്ത്രം. മനുഷ്യനെന്ന നിലയിൽ തെറ്റൊക്കെ പറ്റും കേട്ടോ, ഞാൻ ഭയങ്കര സംഭവമൊന്നുമല്ല. മനുഷ്യനെന്ന നിലയിൽ തെറ്റൊക്കെ പറ്റും, തെറ്റ് പറ്റില്ലെന്നൊന്നും ഞാൻ പറയില്ല. സ്വതന്ത്രം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു, മരണത്തിൽ നിന്ന് നമുക്ക് ജീവൻ തരുന്നതാണ്, നമുക്ക് ജയം തരുന്നതാണ് കർത്താവ്. മരണത്തിൽ നിന്ന് ജയം, റൈറ്റ്? 6, it means that God gives the believer victory over fear and despair. ഭയത്തിന്റെയും നിരാശയുടെയും മേൽ ദൈവം വിശ്വാസിക്ക് വിജയം നൽകുന്നു. ഇതൊക്കെ കൊച്ചു കാര്യമല്ല കേട്ടോ, ഭയങ്കര കാര്യ. സ്വതന്ത്രം. ഭയം, ചിലർക്ക് ഭയങ്കര പേടിയാ, ഉറക്കമില്ല, അല്ലേ? കണ്ണടയ്ക്കാൻ പറ്റത്തില്ല, പിശാച് വരുന്നത് കാണും.
ചിലർക്ക് ഭയങ്കര ഡെസ്പയർ ആണ്, ഭയങ്കര നിരാശയാണ്. There is no scope. ജീവിതം നിരാശയുടെ നിഴല് മൂടുകയാണ്. രക്ഷപ്പെടാൻ ഒരു നിവർത്തിയില്ല. ഇതിൽ നിന്നൊക്കെ വിജയം തരാൻ ഏതെങ്കിലും നല്ല മോട്ടിവേഷണൽ മെസ്സേജ് കേട്ടാൽ പോരാ. അല്ല, ചില പേർക്ക് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ മെസ്സേജ് കേട്ടാൽ നിരാശ മാറും. ഒന്നും മാറുകയില്ല. നിരാശയും ഭയവും മാറ്റാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. നിരാശയും ഭയവും മാറ്റാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയൂ. ലോകത്തിൽ മറ്റൊരാൾക്ക് കൗൺസിലർ അടുത്ത് പോയാൽ നിരാശ മാറുന്നിട്ട് മാറുകയില്ല. എന്റെ അടുത്തേക്ക് ആൾക്കാർ വരും, ഞാൻ കുറച്ചു നേരം സംസാരിക്കും, നേരെ കണക്ട് ചെയ്യുന്ന കർത്താവിലാണ്. ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? ഇവിടെ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മിക്കവാറും പേർക്ക് അറിയാമല്ലോ. ഞാൻ കുറച്ചു നേരം സംസാരിക്കും, എനിക്കറിയാം ഒരു 10% നിരാശയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് പിടിച്ച് ഉൾട്ടാ മറിക്കുമ്പോൾ മാറും. 90% മാറ്റണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചാലേ പറ്റൂ. കാരണം അത് പിശാച് വിതയ്ക്കുന്ന വിത്താണ്. ഭയം, നിരാശ, അതൊക്കെ പിശാച് വിതയ്ക്കുന്ന വിത്താണ്. അത് ചുമ്മാ നമ്മൾ എന്താ പറയാ, പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. പോസിറ്റീവ് തിങ്കിങ് അല്ലതിന് ആവശ്യം. ചിലർ പറയുന്നത് നിങ്ങളുടെ അകത്ത് അതിനുള്ള ശക്തിയുണ്ട്. നമ്മുടെ അകത്തൊന്നുമില്ല. കർത്താവിൽ ആശ്രയിക്കാതെ നമുക്ക് നിരാശ മാറ്റാൻ പറ്റില്ല. കർത്താവിൽ ആശ്രയിക്കാതെ ഭയം മാറ്റാനൊക്കില്ല. ഏത് പ്രതിസന്ധിയുടെ മേൽ വിജയം വേണമെങ്കിലും കർത്താവ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. സ്തോത്രം. കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 7ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരുന്നു. ന്യായവിധിയുടെ മേൽ അവൻ അധികാരം തരുന്നു. അപ്പൊ എന്തൊക്കെയായി? 7 എണ്ണമായി, അല്ലേ? എന്നെ വിശദീകരിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഞാൻ. ന്യായവിധിയുടെ മേൽ. അപ്പൊ ന്യായവിധി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചു വെച്ചിരിക്കുക. രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത് ഒരുത്തനേ ഉള്ളൂ, യേശുവിന്റെ രക്തത്താൽ വീണ്ടും ജനിച്ചവന്. ദൈവ മക്കൾക്ക് മാത്രമേ ന്യായവിധിയിൽ നിന്ന് വിജയം നേടാൻ കഴിയൂ. അപ്പൊ നമ്മളെനിക്ക് അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്റെ പൊന്നു ദൈവമക്കളെ, വരുന്നിടത്ത് വെച്ച് കാണാന്നൊന്നും വിചാരിച്ചെടുത്ത് ചാടിക്കളയരുത്. ധനവാൻ പോയി ചാടിയ രംഗം നിങ്ങൾ വെറുതെ ആലോചിക്കണം. ധനവാൻ ചെന്ന് കയറിക്കൊടുത്തത്, അവിടെ കിടന്നിട്ട് വിളിക്കുക, ലാസറിന്റെ ചെറുവിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാക്കിലൊന്ന് തൊട്ട് തരാൻ. എത്ര റിസ്ക് ആയിരിക്കും അതൊന്ന് ആലോചിക്കേ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു രംഗത്തിലാണ് ധനവാൻ ലാസർ ഇരിക്കുന്നതെന്ന് അറിയണം. ശരീരമാസകലം വ്രണം ബാധിച്ച് ധനവാന്റെ വീട്ടുമുറ്റത്ത് കിടന്ന് അയാളുടെ നായ നക്കിക്കൊണ്ടിരുന്നതാണ് ആ മനുഷ്യന്റെ വ്രണങ്ങളെ, അല്ലേ? സത്യഭാമ പറഞ്ഞത് നിങ്ങൾക്കറിയാം, ആള് കറുത്തു പോയാൽ മോഹിനിയാട്ടത്തിന് കൊള്ളുകലാണ്, അല്ലേ? വാസ്തവത്തിൽ അവള് പറഞ്ഞത് ശരിയാണ്. എന്നെ പോലെ ഒരു കറുപ്പൻ മോഹിനി ആടിയാൽ ആർക്കെങ്കിലും മോഹം ഉണ്ടാവുമോ? അല്ലേ? വാസ്തവത്തിൽ മോഹിനി എന്ന് പറഞ്ഞാൽ അതൊരു പിശാചാണ്. ആ സാധനം ഇങ്ങനെ ആടി വരുമ്പോൾ കാണുന്ന ആളിനൊരു ലുക്ക് വേണം ആ പിശാച് ഇങ്ങനെ കയറണമെങ്കിൽ. അല്ല, ആളൊരു ലുക്കില്ലാതിരുന്ന് എന്തോന്നു കൊള്ളാം. അവർ പറഞ്ഞത് വാസ്തവത്തിൽ ശരിയാണ്. നമുക്ക് പറയാനൊക്കില്ല, ആൾക്കാർ നമ്മളെ കൊന്നുകളയും. സ്വതന്ത്രം, അല്ലേ? വാസ്തവത്തിൽ ഞാൻ കുറച്ചുകൂടെ ലുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പ്രസംഗം എന്ത് വിജയിച്ചതെന്നറിയാവോ? അപ്പൊ അവർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കുറച്ചുകൂടി കളർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലേ? നമ്മൾ നന്നായിട്ട് പ്രസംഗിച്ചാൽ ചിലർ ചെല്ലുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഏത് സ്ഥലത്ത് നിന്നാണ് വരുന്നത്? തിരുവനന്തപുരം. എവിടെ നിന്നാണ് ഇവിടെ വന്നത്? ഇവിടുന്ന് തന്നെ ആണോ? ഇനി വിളിക്കുകയല്ല. നമ്മൾ ദൈവമക്കളാണെന്ന് അറിയണം. പിന്നെ അവർക്ക് പപ്പൻ ഷോയും വേണ്ട, ഒരു ഷോയും വേണ്ട. എന്താ കാര്യം? നമ്മൾ കറുത്തു പോയത് കൊണ്ടാണ്. സത്യഭാമ പറഞ്ഞത് സത്യമായ കാര്യമാണ്. പക്ഷെ വെളി നമുക്ക് തിരിച്ചു വരാം. ദൈവമക്കളെ, അത് മോഹിനി എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തിയാണ്. ആ സാധനത്തിന് ജനത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ ലുക്ക് വേണം. ആ ലുക്ക് ഇല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ അവർ പുട്ടിയിട്ട് ലെവലാക്കി എടുക്കും. ചിലത് പുട്ടിയിലും കയറൂലെന്ന്. എന്നെ പോലെയുള്ള എന്ത് പുട്ടിയിടാൻ, എവിടെ കയറാൻ? അപ്പൊ അത് പറ്റുകയല്ല, ആ സാധനം അടിക്കാൻ പറ്റുകയല്ല. അതുകൊണ്ട് അവർ വേണ്ടാന്ന് പറയാം. അതിന് ഇവിടെ എല്ലാവരും കൂടെ മൈക്ക് കൊടുത്തോണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് കയറി അവരെ വായിരുന്ന മുഴുവൻ ചീത്തവിളിയും കേട്ടു. എന്ത് പറയാ, നമുക്ക് തിരിച്ചറിയാം. ദൈവമക്കളെ, നമുക്ക് ഒരു ന്യായവിധിയുണ്ട്, ന്യായമായ വിധി. നമ്മളിവിടെ എത്ര കാലം ജീവിച്ചിരിക്കുന്നു നമുക്കറിയില്ല. ഏതായാലും താമസിയാതെ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് വാരിക്കെട്ടി നമ്മൾ പോവേണ്ടി വരും. നമ്മൾ പോകുമ്പോൾ ഒറ്റ കാര്യം അറിയണം, നമ്മുടെ പിറകെ വേറെ ആരും വരില്ല. നമ്മുടെ പ്രവൃത്തി മാത്രം നമ്മുടെ പിറകെ വരും, വേറെ ആരും വരില്ല. സ്വത്രം. വിജയകുമാർ സാറിന്റെ പുറകെ ഗീതാന്റി ചെന്നിരുന്നെങ്കിൽ പറഞ്ഞനെ, കയറ്റിവിടാൻ പറഞ്ഞനെ. പാവം മനുഷ്യനാ, കയറ്റിവിട്ടേര്, അല്ലേ? ഗീതാന്റിയുടെ പുറകെ വിജയകുമാർ സാറിന് പോകാൻ പറ്റിയാലും സാറ് പറയും, സഹോദരിയെ കയറ്റിവിടണേ, എന്നെ കയറ്റിയില്ലേലും വേണ്ട കാല, സഹോദരിയെ കയറ്റിവിടണം. പക്ഷെ ഇവരെ രണ്ടുപേരെയും കാണിക്കുകയല്ല.
അതാ ഇതിന്റെ കളി. രണ്ടുപേരെയും കാണിക്കല, പുറകെ ചെല്ലുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിറകെ കയ്യിലിരിപ്പ് നടന്നു വരികയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവും. കോടതിയിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു മനുഷ്യനില്ല, എല്ലാരും വരാന്തയ്ക്ക് വെളിയില്. ഇതേ സഹോദരി വാ എന്നൊന്നും വിളിച്ചാ വരൂല. പിറകെ കോടതിക്ക് അകത്തോട്ട് കയറുന്നത് കയ്യിലിരിപ്പാണ്, പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയാണ് നമ്മളെ സ്വർഗത്തിലോ നരകത്തിലോ കൊണ്ടെത്തിക്കുന്നത്. ഈ പ്രവൃത്തിയിൽ നിന്ന് ദൈവം നമുക്ക് വിജയം തരുമെന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി ചെയ്യാൻ ദൈവം നമുക്ക് കൃപ തരുമെന്നാണ് അർത്ഥം. സ്തോത്രം. അതാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യം 7-ാം വാക്യമാണ്. ഒന്ന് വായിക്കേ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ തന്നെ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. കണ്ടോ, കറുപ്പന്മാരായിരുന്ന നമ്മൾ, ഇരുട്ടിന്റെ മക്കളായിരുന്ന നമുക്ക് സ്വാഭാവികമായും ലഭ്യമാകേണ്ടിയിരുന്ന അവകാശം നരകത്തിലായിരുന്നു. പക്ഷെ കർത്താവ് കൃപയാൽ നമുക്ക് നീതി പ്രവർത്തി ചെയ്യാൻ അവസരം തന്നു. എത്ര മഹത്വം നോക്കി. നമുക്ക് ഒരു നീതി പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നു. നമ്മൾ വീണ്ടും ജനിച്ചതുകൊണ്ടാണ് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ കർത്താവ് കൃപ തന്നത്. ആ നല്ല പ്രവൃത്തി ചെയ്ത് ന്യായവിധിയെ ജയിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നു. പിടിയിട്ടല്ലോ, 7 എണ്ണവും പിടിയിട്ടല്ലോ. ഐ എം നോട്ട് റിപ്പീറ്റിംഗ്. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കിടക്കുകയാണ്. ഇനി നമുക്ക് പത്രോസിന്റെ 2-ാം ലേഖനത്തിലേക്ക് വരാം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരാം. 2 Peter chapter 2 verse 9. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. മതി, അത്രയും മതി തൽക്കാലം. ഇംഗ്ലീഷ് കുറച്ച് രസമാണേ, മലയാളം മോശമൊന്നല്ല. See then the Lord knows ആണ് ഞാൻ മഞ്ഞ ലെറ്ററിന്റെ മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്നത്. The Lord knows എന്ന് പറഞ്ഞാൽ കർത്താവിന് അറിയാം. എന്തോ അറിയാം? 2 കാര്യം അറിയാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ യേശുക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ എന്തിലൊക്കെ വിജയം കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. എന്തിലൊക്കെ വിജയം, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ വിജയം കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചറിയണം, ദൈവമായിട്ട് പറയത്തക്ക ബന്ധമൊന്നും ഇല്ലാന്ന് തിരിച്ചറിയണം, അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കട്ടെ, നമ്മള് പള്ളി പോകുന്നുണ്ടല്ലോ, പള്ളിയിലൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല. സ്വതന്ത്ര കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും, പ്രശ്നമൊന്നുമില്ല. ദൈവമക്കളല്ലെങ്കിൽ മേളി പറഞ്ഞ 7 എണ്ണത്തിലും ജയിക്കുകയല്ല, 7 എന്നല്ല 1-ലും ജയിക്കുകയല്ല. സ്തോത്രം. തിരിച്ചുവരികയാണ്. ഇവിടെ ലോർഡ് നോസ്, കർത്താവ് എന്തൊക്കെ അറിയുന്നു? 1, ഹൗ ടു റെസ്ക്യൂ ദ ഗോഡ്ലി. ഞാൻ ഹൈലൈറ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന മാത്രം വായിച്ചാൽ മതി. ഹൗ ടു റെസ്ക്യൂ ദ ഗോഡ്ലി, എങ്ങനെ ദൈവഭക്തന്മാരെ രക്ഷിക്കണമെന്ന് ദൈവത്തിനറിയാം. 2, ഹൗ ടു കീപ് ദ അൺഗോഡ്ലി, എങ്ങനെ അഭക്തന്മാരെ സൂക്ഷിക്കണമെന്നും അറിയാം. എന്താ അങ്ങനെ? അപ്പൊ 1, ദൈവഭക്തന്മാരെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അപകടത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന്, തീയിൽ നിന്ന്, മരണത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് ദൈവമക്കളെ രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവത്തിനറിയാം. 2, അഭക്തനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയാം. അഭക്തനെ എന്തിനാ സൂക്ഷിക്കുന്നത്? അഭക്തനെ സൂക്ഷിക്കുന്നത് തീയിലിടാനാണ്. ഇത് പത്രോസിന്റെ മാത്രം ലാംഗ്വേജ് ആണ്. പത്രോസ് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഈ ഭൂമിയെയും ന്യായവിധി ഭക്തി കെട്ട മനുഷ്യരെയും നശിപ്പിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നു. വായിച്ചു നോക്കിയേ, 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു നോക്കിയേ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു. അല്ലെ? ഇറ്റ്സ് വെയിറ്റിംഗ്. ഗോഡ് ഈസ് കീപ്പിംഗ് ഓർ സ്റ്റോറിംഗ് അപ്പ് ഓർ പ്രിസർവിംഗ് ഇറ്റ് for fire. ഈ ഭൂമിയെ ന്യായവിധിക്കായി കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ ഈ വാക്ക് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ അൺഗോഡ്ലി ആയിട്ടുള്ളവരെ, മാനസാന്തരപ്പെടാത്തവനെ കർത്താവ് സൂക്ഷിച്ചു വെച്ചിരിക്കുക തീയിലിടാൻ. അപ്പൊ എന്നെ നിങ്ങളെയും കർത്താവ് രക്ഷിക്കുകയാണോ സൂക്ഷിക്കുകയാണോ? ചിലരെ കർത്താവ് സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് നരകത്തിൽ കൊണ്ടിടാനാണ്. നമ്മൾ വിചാരിക്കുന്ന പാവം യേശപ്പ് എന്തോ വലിയ കാര്യത്തിന് വച്ചിരിക്കുന്നത്, നല്ല തീയിലിടാനാ. സ്തോത്രം.
നമ്മൾ ഇതിങ്ങനെ നമ്മൾ അത്രയും ഭേദമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല, നേരെ ചൊവ്വ ജീവിക്കുന്നില്ല, കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, കുഴപ്പം വരില്ല. എന്താണ് കാര്യം? കർത്താവ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു കുഴപ്പം വരാതെ. ഗ്രഹിക്കുന്നു എന്ന് പ്രത്യാശിക്കുകയാണ്. മനപ്രയാസം നിങ്ങൾക്ക് ഏറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ലേഖനം കുറച്ച് വായിക്കാം. 2 പത്രോസ് 2:9 മുതൽ 2-3 വാക്യം വായിച്ചു വിട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണേ. കർത്താവ് ഭക്തന്മാരെ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. ഞാനും കൂടെ എത്തിക്കോട്ടെ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതി കെട്ടവരെ വിശേഷം കേട്ടോണേ, നീതി കെട്ടവരെ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതി കെട്ടവരെ, അവിടെ തൊട്ട് ശ്രദ്ധിച്ചോണേ, നീതി കെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം, മോഹം ഇച്ചിരി മോശമാണ്. മനസ്സിലായോ? മോഹം അല്പം മോശമാണ്, പുറത്ത് പറയാൻ പറ്റാത്ത മോഹമാണ്. ആ മോഹം കൊണ്ട് ആള് ജഡത്തെ അനുസരിച്ച് നടക്കുകയാണ്. ജഡത്തെ അനുസരിച്ച് നടക്കുകയാണ്. മോഹം ശ്രദ്ധിച്ചോണം, മോഹം മലിനമാണ്. ആ മോഹം നടപ്പിലാക്കാൻ വേണ്ടി ആൾ എങ്ങനെ നടക്കുക? ജഡത്തെ അനുസരിച്ച് നടക്കുകയാണ്. ദൈവത്തെ അനുസരിച്ചല്ല നടക്കുന്നത്, വചനം അനുസരിച്ചല്ല നടക്കുന്നത്. ആള് വീണ്ടും ജനിച്ചവനല്ല, എന്നാൽ 2 വട്ടം സ്നാനപ്പെട്ടിട്ടുണ്ട്, എല്ലാ കർത്തൃമേശയും എടുക്കും, അന്യഭാഷ ഉച്ചത്തിൽ പറഞ്ഞ് ആരാധിക്കും, എല്ലാ പരുവക്കേടും കയ്യിലുണ്ട്. പക്ഷേ ജഡത്തെ അനുസരിച്ചാണ് നടക്കുന്നത്. ഈ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആത്മാവിനെ അല്ല ജഡത്തെ അത്രേ അനുസരിച്ച് നടക്കുന്നു. ഇനി നിങ്ങളോട് ആത്മാവ് വാദിക്കയില്ല, നിങ്ങൾ ജഡം തന്നെയല്ലോ. റൈറ്റ്? അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് അതെടുത്ത് കണക്ട് ചെയ്യേണ്ട. തൽക്കാലം ശ്രദ്ധിച്ചു. വിശേഷാൽ, എത്ര നല്ല രസം നോക്കിയേ, ട്രാൻസ്ലേറ്റേഴ്സ് എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. വിശേഷാൽ നമ്മളെ കാര്യമാണ് പറയുന്നത്. മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും, ഈ ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അടുത്ത കാര്യം എന്താണെന്നറിയാവോ? കർത്തൃത്വത്തെ നിന്ദിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന, മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന, ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ നിന്ദിക്കുകയാണ്. ദൈവത്തെ നിന്ദിക്കാതെ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. പാപത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുവെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പുണ്യാഹ രക്തത്തിന് ആങ്കില്ല എന്നാണ്, ശക്തി പോരാന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആവോ? നിങ്ങൾ രോഗത്തിന് വേണ്ടി ഒരു മെഡിസിൻ കഴിച്ചിട്ട് അതങ്ങോട്ട് ഏറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മെഡിസിൻ ഈസ് നോട്ട് സഫീഷ്യന്റ്. അത് അത്ര കൊള്ളുകയല്ല, മെഡിസിനും കൊള്ളുകയല്ല, ഡോക്ടറും കൊള്ളുകയല്ല. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമ്മുടെ ജഡത്തെ സുഖിപ്പിക്കാൻ വേണ്ടി നമ്മൾ പാപത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ നിന്ദിക്കുന്നത് കർത്താവിനെയാണ്. എന്നിട്ട് സ്വർഗത്തിൽ പോകാനാണ് കരുതുന്നതെങ്കിൽ സ്വപ്നം കാണണ്ട. കിട്ടുന്നല്ലോ. ഞാൻ 2 വാക്യോടെ വായിച്ചങ്ങ് വിട്ടേക്കാം. ഈ ചാപ്റ്റർ മുഴുവൻ പ്രസംഗിക്കാനാണ് കർത്താവ് പറഞ്ഞത്, പക്ഷേ നടക്കുകയല്ല. സ്വതം പിന്നെ കുറേശ്ശെ പറയാം. ഓവർലോഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് വലിയ കുഴപ്പമില്ല, 1-2 പേരെ ഉറങ്ങുന്നുള്ളൂ. 1-2 പേരെങ്കിലും ഉറങ്ങണം. കട്ടിലാകുമ്പോൾ 4 കാലും വേണം. അപ്പൊ അടുത്ത് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കണ്ട. ന്യായവിധി ദിവസത്തിലെ സംഭവം സുഖമല്ല കേട്ടോ, ദണ്ഡനമാണ്. അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി ഉറങ്ങിക്കോ, സാരമില്ല. ന്യായവിധിയിൽ ദണ്ഡനമാണ്. 1-2 ദിവസമല്ല, രാപ്പകൽ എന്നേക്കും. there is no calendar, there is no clock. കലണ്ടറും ഇല്ല, ക്ലോക്കും ഇല്ല. എന്നേക്കും രാപ്പകൽ ദണ്ഡനം. ജീവപര്യന്തം ജയിലിനകത്തായി പോയവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഏതെങ്കിലും നല്ല ഗവൺമെന്റ് വരുമ്പോൾ ഇറങ്ങിപ്പോവാന്ന്, അല്ലെങ്കിൽ 10-12 കൊല്ലം നല്ല നടപ്പ് കഴിയുമ്പോൾ ഇറങ്ങിപ്പോവാന്ന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ബട്ട് ഹിയർ there is no expectation, there is no scope. ഒറ്റ പ്രതീക്ഷയുള്ളൂ, ചുമ്മാ കിടക്കുക. ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ പണ്ട് ചർച്ച നടന്നിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ സാറുമാരൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സാറേ, കർത്താവ് അത്രയും അങ്ങനെ കാണിക്കോ? കുറെ ദിവസം കഴിയുമ്പോൾ കർത്താവിനൊരു ഇത് തോന്നില്ലേ? അതാണ് ഒരു പ്രശ്നം. ഈ കർത്താവിന് തോന്നുന്ന സാധനം പിന്നെ വർക്കാവൂല, അത് പിന്നെ ആക്റ്റീവ് ആവില്ല. കാരണം ഇതിന്റെ അപ്പുറം ഇനി കർത്താവിന് ചെയ്യാനില്ല. ഒരുത്തിന് സ്വർഗത്തിൽ പോകണമെന്നൊരു അല്പമെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഗുണം പിടിക്കാൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്റെ ഏകജാതനെ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ കയറാത്തൊരുത്തന് ഇനി കർത്താവിന് ആവശ്യമില്ല. 150 കൊല്ലം നമ്മൾ നരകത്തിൽ കിടന്നിരിക്കട്ടെ, കർത്താവിന് ഒരു ദിവസം തോന്നി ഇവനെ കൊണ്ടുപോവാ, ഇവനെടുത്ത് നമ്മളെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്കിയാൽ നമ്മളെ കയ്യിലിരിപ്പ് കാരണം നമ്മളെ നരകത്തിലിട്ട് ഒരു 150 കൊല്ലം അല്ലെങ്കിൽ ഒരു 500 കൊല്ലം കഴിഞ്ഞപ്പോൾ കർത്താവിന് തോന്നി പാവം ഇവനെ സ്വർഗത്തിൽ കയറ്റാം എന്ന് പറഞ്ഞാൽ കർത്താവ് എടുത്ത് സ്വർഗത്തിൽ കൊണ്ട് ഇരുത്തിയാൽ ഉള്ള ഗതി ആലോചിച്ച് നോക്കിയേ. 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ സ്വഭാവം മാറും, നമ്മളെ കളർ മാറും. നമ്മൾ പതുക്കെ ചോദിച്ചു തുടങ്ങും, എന്തിനാണ് നമ്മളെ നരകത്തിൽ വിട്ടത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു?
അതെ, ഇപ്പൊ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? നമ്മളില്ലായിരുന്നപ്പോ ശരിയാവൂല അല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് കർത്താവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തിരിച്ചും മറിച്ചു വിട്ട് നല്ലവണ്ണം ചുട്ടേ നമ്മളെ എടുക്കുള്ളൂ. ഒരു സൈഡ് പൊടി തീ അടിക്കുമ്പോഴേ നമ്മുടെ ചാട്ടം നമുക്കറിയാം. സ്വോത്രം അല്ലേ? സരോജന്റെ ഇത്രയും നേരം ഒന്നും ഇരുന്നുള്ള ശീലമില്ല. ഇങ്ങനെ കയ്യെ കഴിച്ച് അല്ലേലും ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സംഭവമാണ്. ഇവിടെ നമ്മൾ കൊണ്ട് പാവത്തിനെ ഒറ്റ ഇരുപ്പിരുത്തി എത്രയൊന്നും പറഞ്ഞ് ഉറങ്ങാതിരിക്കും അല്ലേ? കൊണ്ടാടുവോ കൊണ്ട് ചാടുവോ എന്ന് അടുത്തിരിക്കുന്ന അന്ന് കൈയൊക്കെ കൊടുത്തിരിക്കുന്ന സെറ്റപ്പാണ്. രാജേന്റെ ഇടയ്ക്ക് കൈയൊക്കെ പിടിച്ച് കുലുക്കി കൊടുക്കും, കുഴപ്പമില്ല. നമുക്ക് തിരിച്ചു നമുക്കിനി അതൊക്കെ എവിടെയെങ്കിലും പോയി പഠിച്ചെടുക്കണം. ഇതിങ്ങനെ സംഭവങ്ങളൊക്കെ ഉറക്കാതിരിക്കാനുള്ള സ്വത്രം നമുക്ക് തിരിച്ചു തരാം. ദൈവമക്കളെ ഇപ്പൊ വിട്ടേക്കാം കേട്ടോ. കണ്ടോ, കർത്തൃത്വത്തെ നിന്നിക്കുക. ഇനി അടുത്ത അയാളുടെ ക്വാളിറ്റി ശ്രദ്ധിക്കുക. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ സന്നിധിയിൽ ബലവും ശക്തിയുമുള്ള ദൂതന്മാര് പോലും മിണ്ടാതെ നിൽക്കുക. പക്ഷേ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാൽ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. ദൂതന്മാര് പോലും മിണ്ടാതെ നിൽക്കുക. നമ്മളവിടെ ചെന്ന് ആരവിടെ ആരാവിടെ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വെച്ചിട്ട് വരാൻ പറ അല്ലേ? നമ്മളെ സ്വർഗത്തിൽ കൊണ്ട് ഉടനെ നമ്മളെ കമ്മിറ്റി കൊടുത്തു, യൂണിയൻ വിളിക്കുന്നു, കോടി പിടിക്കുന്നു അല്ലേ? ആദമിനെ പുറത്താക്കിയത് എന്തുകൊണ്ട് അല്ലേ? പിൻവലിക്കുക. മനസ്സിലാകുന്നുണ്ട്. നമ്മളെയൊക്കെ കൊണ്ടിട്ടാലേ കളി മാറിപ്പോകും. അതവിടെ പറഞ്ഞോ, ദൂതന്മാര് മിണ്ടാതെ നിൽക്കെ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാൾ. ആ വാക്യങ്ങളൊക്കെ എഴുതിക്കോണേ, നല്ല വാക്കുകളാണ്. ധാർഷ്ട്യം. നമുക്ക് ഈ സാധനം ഇല്ലേ? അയ്യോ, ധാർഷ്ട്യം ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നേ. ഈ ഇരിക്കും പോലെ ഒന്നുമല്ല, നമ്മുടെ സ്വഭാവം പെട്ടെന്ന് അങ്ങ് മാറും. സ്വതന്ത്രം വെളിയിലിറങ്ങി ചെരുപ്പൊക്കെ എടുത്തിട്ട് അങ്ങ് മാറി കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. പിന്നെ നമുക്ക് ആകെ വർക്കാവുന്ന ധാർഷ്ട്യമാണ്. പിന്നെ തന്നിഷ്ടം, തോന്നിയാസം എന്ന് പറയാം. ധാർഷ്ട്യവും തന്നിഷ്ടവും കൂടെ ആകുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മളാവുന്നത്. വീട്ടിന്റെ അടുത്തുള്ളവരോട് ചോദിച്ചു നോക്കിയാൽ അത് പറഞ്ഞു തരും അവര്. അല്ലെങ്കിൽ നമ്മളുമായി അടുത്തിടപഴകുന്നവരോട് ചോദിച്ചു നോക്കിയാൽ മതി. നമ്മളെ കുറിച്ചുള്ള നല്ല സാക്ഷ്യം പറഞ്ഞു തരും. സ്തോത്രം. എല്ലാവരും മനപ്രയാസത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. ദൈവമക്കളെ, രീതി മാറിയേ പറ്റുള്ളൂ. നമ്മുടെ ധാർഷ്ട്യം മാറി. അത് എനിക്ക് ചില കാര്യങ്ങളിൽ ധാർഷ്ട്യമുണ്ട്, എല്ലാത്തിലൊന്നും മാറിയേ പറ്റുള്ളൂ. രാവിലെ ചായ കുടിച്ചാലേ കക്കൂസി പോകാൻ പറ്റുള്ളൂ, അത് ധാർഷ്ട്യമാണ്. അത് മാറണം. പ്രാർത്ഥിച്ച് വെറും വെള്ളം കുടിച്ചു നോക്ക്, പോകുന്നില്ലേ? പോകേണ്ടതൊക്കെ നിങ്ങൾക്കുള്ള അതേ ധാർഷ്ട്യം തന്നെ മറ്റവൻ ഒരു വീഡിയോ അടിച്ചാലേ പറ്റുള്ളൂ, ചിലർക്ക് ഒരു പൈൻ്റ് അടിച്ചാലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മാത്രം ചായ അത് കണക്കാണ്. അല്ല, ഒരു കഷണം എന്തെങ്കിലും ഇല്ലെങ്കിൽ മീനിന്റെ കറി ആയാലും മതി, ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. അത് തന്നിഷ്ടമാണ്. കണ്ട, നമ്മൾ ദൂരെ കൂടെയൊക്കെ പറഞ്ഞപ്പോ സന്തോഷത്തിലിരുന്നാണ്. ഇപ്പൊ മീൻകറിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അത്രയൊക്കെ വേണോ? യേശുവും കടലിൽ നിന്ന് മീൻ പൊരിച്ച് തിന്നിട്ടുണ്ടല്ലോ. ദൈവമക്കളെ, നമ്മുടെ തന്നിഷ്ടമൊക്കെ നോക്കണം നമ്മൾ അല്ലേ? ഞാൻ ഇങ്ങനെ ചെയ്യൂ, ഞാൻ ഇരിക്കുന്നിടത്ത് ആരും സംസാരിക്കാൻ പാടില്ല അല്ലേ? ഭയങ്കര ഭയങ്കര ധാർഷ്ട്യമാണ് നമ്മൾ. പിന്നെ ഞാൻ പറയും പോലെ ഇവിടെ നടക്കാവൂ. 4 ഇഡ്ഡലി രാവിലെ ഉണ്ടാക്കിയാൽ മതി, അപ്പോഴാണ് 1/2 സ്പൂൺ മിച്ചം വന്നു. അതിനാണ് 1/2 മിച്ചം വരാൻ കാര്യം. ധാർഷ്ട്യം നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറത്ത് പാടില്ല. ഇവിടെ കിടന്ന് തോർത്താരാണ് മാറ്റിയത്? എല്ലാം മനസ്സിലാകുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവും. ധാർഷ്ട്യം, തന്നിഷ്ടം, നല്ല മനോഹരമായ വാക്കുകളാണ്. പത്രോസിന് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ പാടില്ല ഈ വാക്കുകൾ. ഇനി അടുത്ത വാക്യം, എല്ലാം സൂപ്പർ വാക്യം. ഇതൊക്കെ നിങ്ങളെ ചുമരിൽ എഴുതി വെക്കുക. ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാരൻ. വീടിന്റെ ഫ്രണ്ടിൽ നമ്മളെ പേരൊക്കെ വെക്കുന്നതിനേക്കാൾ സ്വതന്ത്രം. വേറെ ഒരു പേര് പറഞ്ഞുതരാം, പേര് ഇത്തിരി നീളമാണ്. ജാത്യാ പിടിപെട്ട് നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത ജന്തു. ജാത്യ ഇങ്ങനെ തന്നെ വീണ്ടും ജനിച്ചില്ലേ? വീണ്ടും ജനിച്ചു, പക്ഷെ ഇത് മാറിയില്ല. ജാത്യ പിടിപെട്ട എല്ലാം മാറണം. കണ്ട, ജാത്യ പിടിപെട്ട് നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത ജന്തു. നമ്മൾ കാണുന്ന സ്ഥലത്ത് എഴുതി വെച്ചിരുന്ന ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മനപ്രയാസം വരുമ്പോ ഇത് വായിച്ചാലാ ശരിയാവും. കണ്ടോ, ജന്തുക്കളെ പോലെ അവരറിയാത്തതിനെ ദുഷിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ദുഷിക്കുന്ന എന്തിനാണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ നിസാരമായി പലതിനെയും കാണുകയാണ്. നമ്മൾ വാസ്തവത്തിൽ നശിക്കാൻ പറഞ്ഞ ജന്തു എന്നായി പറയുന്നേ. നശിക്കാൻ പറഞ്ഞ ജന്തു എന്ന് പറഞ്ഞാൽ
ഇവനെ എന്തായിട്ടും ഗുണം പിടിക്കുന്നില്ല. ഇവ എപ്പോഴത്തേ പറയുള്ളൂ. അപ്പൊ അത് ശരിയാവില്ല കേട്ടോ. അത് ശരിയാവില്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം ശരിയാക്കാൻ കർത്താവിന് പോലും പറ്റൂലെന്നാണ്. നമ്മൾ കർത്താവിനെ നിന്ദിക്കുകയാണ്. അല്ല, പ്രശ്നം ഭയങ്കര സീരിയസ് ആണ്. അത് നിങ്ങൾക്ക് എന്തുവാ പ്രശ്നം? സീരിയസ് ആണ്. കർത്താവിന്റെ മുമ്പിൽ എന്ത് സീരിയസ്? നമുക്കതാ നമ്മുടെ പ്രശ്നം. നമുക്ക് ഈ കർത്താവിൽ ആശ്രയമില്ല. കർത്താവിൽ വീണ്ടും ജനിക്കുന്നുമില്ല. വീണ്ടും ജനിച്ചാൽ നേരത്തെ പറഞ്ഞ 7 ഐറ്റത്തിൽ നമ്മളെ കർത്താവ് വിജയിപ്പിക്കും. അതിൽ നിന്ന് വിജയിക്കുന്ന നമുക്കിവിടെ എന്താണ് സീരിയസ് മാറ്റർ? നത്തിങ് ഇസ് സീരിയസ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും സീരിയസ് അല്ല. അല്ല, നാളെ ഇത് ഇങ്ങനെ തന്നെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ മുഴുവൻ വിളിച്ചു വരുത്തിയ കർത്താവ്. അതത് വിത്തുള്ള ബലം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായെങ്കിൽ, അതത് വിത്തുള്ള മരം സസ്യങ്ങൾ ഉണ്ടായെങ്കിൽ, സകലതും കർത്താവ് വിളിച്ചു വരുത്തിയപ്പോ അതുപോലെ ഉണ്ടായെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരാനും നമ്മുടെ കർത്താവിന് കഴിയും. കർത്താവിന് കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ നമ്മൾ കർത്താവിനെ നിന്ദിക്കുകയാണ്. ആ വാക്ക് പെട്ടെന്ന് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്ദിക്കുക കണ്ടോ. അപ്പൊ ആ വാക്ക് കിട്ടിയല്ലോ. ജാത്യ പിടിപെട്ട് നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത ജന്തു. തൊട്ട് മുമ്പിൽ പറഞ്ഞത് ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാര്. അതിന്റെ മുകളിൽ പറഞ്ഞത് വിശേഷാൽ മലിനമോഹം. ഡോക്ടർ എന്നൊക്കെ എഴുതും പോലെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ. മനസ്സിലാണ്ടോ? നല്ല നല്ല പേരുകളാണ് കണ്ടോ. ഇനി താഴെ താൽക്കാലിക ഭോഗ തൃപ്തൻ. മനസ്സിലായോ? അപ്പോഴത്തെ സുഖം മതി. ഇപ്പോഴും സുഖം വേണം. നാളെ ഒന്ന കാര്യം അറിയേണ്ട കാര്യമില്ല. ഇപ്പോഴിത് സുഖിച്ചാൽ നാളെ സ്വർഗത്തിൽ പോകില്ല. അത് നാളത്തെ കാര്യമല്ലേ. ഇതിപ്പോ വരട്ടെ. താൽക്കാലിക ഭോഗ തൃപ്തി. സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും. ഈ വാക്കുകളൊക്കെ ഭയങ്കരമാണേ. നമുക്ക് ഇന്ന് എടുത്താൽ ശരിയാവില്ല, സമയം തീർന്നു. നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച് പുളയ്ക്കുന്ന കറകളും കളങ്കവും. ഇത് കഴിയുമ്പോൾ പതുക്കെ ഒരു കറ വീഴും. ഈ കറ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റാതാവും. പക്ഷെ വിരുന്ന് കഴിച്ച് പൊളയ്ക്കും. സ്നേഹസദ്യ, വിരുന്ന് കഴിച്ച് പൊളയ്ക്കുക. ഫൈനൽ എൻഡ് നമ്മുടെ വസ്ത്രത്തിൽ കറയിടും, കളങ്കമിടും. അത് കാരണം മാത്രം നമ്മൾ സ്വർഗത്തിൽ പോവില്ല. സ്നേഹസദ്യയിൽ കഴിച്ചത് മറപ്പുരേ പോവും. ആ സ്നേഹസദ്യയിൽ നിന്ന് നമ്മുടെ കുപ്പായത്തിൽ കിട്ടിയ കറ നമ്മളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. കാര്യങ്ങളെ നിസ്സാരമായി കാണരുത്. ചില സ്നേഹസദ്യകൾ വേണ്ടാന്ന് വെക്കുക. ചിലരുമായുള്ള ബന്ധങ്ങൾ വേണ്ടാന്ന് വെക്കുക. അതിനി ആത്മീകമെന്ന് തോന്നിയാലും അരിച്ചെടുത്തു വേണ്ടാന്ന് വെക്കുക. ആദ്യം നമുക്കൊരു പ്രയാസം തോന്നും, പിന്നീട് നമുക്ക് മനസ്സിലാകും ഇവകൾ കട്ട് ചെയ്തത് നല്ലതായി എന്ന്. ചിലതൊക്കെ നെഞ്ചിനൊരു പിരിമുറുക്കം തോന്നും നമുക്ക്. കുഴപ്പമില്ല, എല്ലാരും വിട്ടുപോട്ടെ, എല്ലാരും മാറി നിൽക്കട്ടെ, നമുക്ക് അക്കരെ നാട്ടിൽ പോകുവാൻ കഴിയണം. തൊട്ടടുത്ത് പറഞ്ഞോ, അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നു, പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുന്നു, സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നു, ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞിരിക്കുന്നു. വാക്കുകൾ കണ്ടോ? സൂപ്പർ വാക്കുകളാണ്, സൂപ്പർ വാക്കുകൾ. അവർ നേർവഴി വിട്ട് തെറ്റിയിരിക്കുന്നു, അനീതിയുടെ കൂലി കൊതിച്ചിരിക്കുന്നു. കണ്ടോ? അവർ വെള്ളമില്ലാത്ത കിണറുകൾ, കൊടുങ്കാറ്റ് കൊണ്ടോടുന്ന മേഘങ്ങൾ, കൂരിരുട്ട് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നവർ. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വരുന്നവരെ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ പ്രവർത്തികളിൽ, കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു, മറ്റുള്ളവരെ അവർ വഴിതെറ്റിക്കുന്നു. ആ വാക്കുകൾ നമുക്ക് മറ്റെപ്പോഴെങ്കിലും ഡിസ്കഷനിലെടുക്കാം. ഈ പദം വളരെ ഗൗരവമായി ചിന്തിക്കുക. അവിടെ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ആരെ? അവിടെ ഒരു ഗ്രൂപ്പിനെ കർത്താവ് സൂക്ഷിക്കുകയാണ്, നരകത്തിലിടാൻ. എന്നെ നിങ്ങളെ നരകത്തിലിടാൻ സൂക്ഷിക്കുകയല്ല വേണ്ടത്, നരകത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് വേണ്ടത്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. പരാജയപ്പെടാനാകരുത് നമ്മുടെ ജീവിതം, വിജയിക്കാനാകണം. മരണത്തിൽ നിന്ന് നമ്മളെ വിജയിപ്പിച്ച കർത്താവ്, പാതാളത്തിൽ നമ്മൾ വീണ്ടെടുത്ത കർത്താവ്, നമ്മളെ ഫിയറിൽ നിന്നും ഡെസ്പയറിൽ നിന്നും നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് സകലത്തിലും ജയിക്കുവാൻ നമുക്ക് കൃപ നൽകും. സകലത്തിലും ജയിക്കുവാൻ അവൻ നമുക്ക് അഭിഷേകം തരും. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം.